നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ നാരായണായ നമ. ഏകാന്തയോഗികളിലാകാംക്ഷ കൊണ്ടു പരമേകാന്തമെന്ന വഴി പോകുന്നിതൻ മനവും കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ ഹരിനാമ കീർത്തനം ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 24-ാം പദ്യം. ഏകാന്ത ഭക്തിയും തത്ഫലമായുണ്ടാകുന്ന ഏകാന്ത യോഗവും അത്ര എളുപ്പം നേടാവുന്നവയല്ല. തീവ്ര വൈരാഗ്യവും സമ്പൂർണമായ മമതാത്യാഗവും കൊണ്ട് മാത്രമേ അവ കൈവരൂ. തുടർന്ന് നിരന്തരമായ ധ്യാനാഭ്യാസവും. അഭ്യാസ വൈരാഗ്യങ്ങൾ കൊണ്ട് പാകത വരാത്ത ഒരാൾ വെറുതെ ഏകാന്തയോഗിയെപ്പോലെ അഭിനയിച്ചതുകൊണ്ട് ഫലമാവില്ല. ആധ്യാത്മികമായ അനുഭൂതി അഭ്യാസ വൈരാഗ്യങ്ങളിൽ കൂടി സ്വാഭാവികമായി വന്നു ചേരേണ്ടതാണ്. കൃത്രിമമായ അനുകരണം ഫലം നൽകുകയില്ലെന്നു മാത്രമല്ല പതനത്തിന് കാരണമായും ഭവിക്കും. ഇക്കാര്യമാണ് അടുത്ത പദ്യത്തിൽ ആചാര്യർ വിവരിക്കുന്നത്. ഏകാന്തയോഗികളിലാകാംക്ഷ കൊണ്ട് പരമേകാന്തമെന്ന വഴി പോകും നീതൻ മനവും കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിനാരായണായ നമഃ. ഏകാന്തയോഗികളിൽ ആകാംക്ഷ കൊണ്ട് സർവത്ര സത്യത്തെ മാത്രം ദർശിക്കുന്ന മഹായോഗികളുടെ അനുഭവത്തിൽ അതിയായ അഭിലാഷമുള്ളതുകൊണ്ട് എൻ മനവും എൻ്റെ മനസ്സും പരം അങ്ങേയറ്റത്തെ ഏകാന്തമെന്ന വഴി ഒരേ സത്യത്തെ അനുഭവിക്കുക എന്ന മാർഗത്തിൽ പോകുന്നു, സഞ്ചരിക്കാൻ കൊതിക്കുന്നു. അന്നങ്ങൾ പോയ വഴി അരയന്നങ്ങൾ പറന്നുപോയ മാർഗത്തിലൂടെ പുനഃ തുടർന്ന് കാകൻ പറന്നു പോകുന്ന പോലെ കാക്ക പറന്നു കടക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഹരിനാരായണായ നമഃ. ഹരിനാരായണന് നമസ്കാരം. സർവത്ര സത്യത്തെ മാത്രം ദർശിക്കുന്ന മഹായോഗികളുടെ അനുഭവത്തിൽ അതിയായ അഭിലാഷമുള്ളതുകൊണ്ട് എൻ്റെ മനസ്സും അങ്ങേയറ്റത്തെ ഏകസത്യത്തെ ദർശിക്കുകയെന്ന മാർഗത്തിൽ സഞ്ചരിക്കാൻ കൊതിക്കുന്നു. അരയന്നങ്ങൾ പറന്നുപോയ മാർഗത്തിലൂടെ തുടർന്ന് ഒരു കാക്ക പറന്നു കടക്കാൻ ശ്രമിക്കുന്നത് പോലെ. ഹരിനാരായണന് നമസ്കാരം. ഏകാന്തയോഗി സർവം ഖൽവിദം ബ്രഹ്മ. ഇക്കാണുന്ന സർവവും ബ്രഹ്മം തന്നെ എന്ന ഉപനിഷത്ത് പ്രസിദ്ധമായ വസ്തുസ്ഥിതി സാക്ഷാത്കരിച്ചയാളാണ് ഏകാന്തയോഗി. സ്ഥിതപ്രജ്ഞൻ, ഗുണാതീതൻ, അതിവർണാശ്രമി, മഹാജ്ഞാനി, പരമഹംസൻ, ഏകാന്തയോഗി എന്നെല്ലാമുള്ള പദങ്ങൾ പര്യായ ശബ്ദങ്ങളാണെന്നറിയേണ്ടതാണ്. ഭഗവാൻ ഗീത 6-ാം അധ്യായത്തിൽ ഏകാന്തയോഗിയെക്കുറിച്ച് പറയുന്നത് കേൾക്കുക. സർവഭൂതസ്ഥിതം യോ മാം ഭജത്യേകത്വമാസ്ഥിതഃ സർവഥാ വർത്തമാനോപി സ യോഗി മയി വർത്തത്തെ. ഗീത 6-ാം അധ്യായം 31-ാം ശ്ലോകമാണ്. ഏകസത്യത്തെ ആശ്രയിക്കുന്ന യോഗി എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളിലും എന്നെ തന്നെ കണ്ടനുഭവിക്കുന്നു. അങ്ങനെയുള്ള യോഗി ലോകകാര്യങ്ങളിൽ ഏർപ്പെടുന്നതായി തോന്നിയാൽ പോലും സദാ എന്നിൽ തന്നെ വർത്തിക്കുന്നു. എവിടെ ചെന്നു പറ്റിയാലും ആരുടെ മനസ്സ് ഏകമായ ബ്രഹ്മത്തിൽ തന്നെ പര്യവസാനിക്കുന്നുവോ അദ്ദേഹമാണ് ഏകാന്തയോഗി. ഏകാന്തയോഗം കൊതിക്കുന്നതിനു മുമ്പ് തൻ്റെ മനസ്സ്
അതിനു പാകപ്പെട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധയോടെ പരീക്ഷിച്ചറിയണം എന്ന് സൂചിപ്പിക്കുകയാണ് അടുത്ത 2 വരികളിലൂടെ. അരയന്നങ്ങളും കാക്കയും. ഏകാന്തയോഗം സ്വതസിദ്ധമായി തീരും മുമ്പ് ഒരാൾ അത് അനുകരിക്കാൻ മുതിർന്നാൽ കടലിനു മീതെ പറക്കുന്ന അരയന്നങ്ങളുടെ പിന്നാലെ പറന്ന് കടൽ കടക്കാൻ ശ്രമിച്ച കാക്കയുടെ സ്ഥിതി വന്നുചേരുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഒടുവിലത്തെ 2 വരികളിലൂടെ. മഹാഭാരത യുദ്ധത്തിൽ കർണൻ്റെ തേർ തളിക്കാൻ ദുര്യോധനനാൽ ശല്യർ നിയുക്തനായി. കർണൻ്റെ അഹന്ത കണ്ട് ശല്യർ കർണനോട് പറയുന്നതാണ് അരയന്നങ്ങളുടെയും കാക്കയുടെയും ഈ കഥ. എഴുത്തച്ഛൻ തന്നെ മഹാഭാരതം കർണപർവത്തിൽ ഈ കഥ വിശദമായി വിവരിച്ചിട്ടുണ്ട്. വൈശ്യന്മാർ കൊടുത്ത എച്ചിൽ തിന്നു വളർന്ന ഒരു കാക്ക തടിച്ചു കൊഴുത്ത് അഹങ്കരിച്ച അരയന്നങ്ങളോടൊപ്പം പറന്ന് കടൽ കടക്കാൻ കൊതിച്ചു. അരയന്നങ്ങൾ കടലിനു മീതെ നിഷ്പ്രയാസം പറന്നുപോയി. കാക്കയുടെ സ്ഥിതി എഴുത്തച്ഛൻ തന്നെ ഇങ്ങനെ വർണ്ണിക്കുന്നു. കുറേ ദൂരം പറന്നതോടെ തളർന്നു കാകനും ചിറകുമന്തിച്ചു കുഴഞ്ഞു വെള്ളത്തിൽ പിടഞ്ഞു വീണുടൻ കഴിഞ്ഞു കാകൻ തന്നഹങ്കാരമെല്ലാം വിധിഫലമല്ലോ മരിച്ചാനപ്പോഴേ. സച്ചിദാനന്ദ സമുദ്രത്തിൽ അനായാസം നീന്തിക്കളിക്കുന്ന ഏകാന്ത യോഗികളായ പരമഹംസന്മാരെ വൃഥ അനുകരിക്കാൻ ശ്രമിക്കുന്ന സന്യാസി കാകന്മാർക്കും ഈ സ്ഥിതി വന്നുചേരാൻ ഇടയാകുമെന്നാണ് ആചാര്യൻ ദൃഷ്ടാന്തം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. സർവത്ര ഏകവസ്തുവിനെ കണ്ടനുഭവിക്കുകയാണ് പരമലക്ഷ്യം. എന്നാൽ മായ പലതു കാട്ടുന്നത് കൊണ്ട് ഏകത്വബോധം അത്യന്തം ദുഷ്കരമായിരിക്കുന്നു. അതുകൊണ്ട് ആദ്യമായി അനന്തപ്രപഞ്ചമായി കാണപ്പെടുന്ന ദ്വൈതം ഏതാനും അടിസ്ഥാന തത്വങ്ങളിൽ ഒതുക്കി നിർത്താമോ എന്നന്വേഷിക്കാം. അവിടെയും ആചാര്യന്മാർക്ക് മതഭേദമുണ്ട്. മതഭേദ രഹസ്യം നാം 10-ാം ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും എഴുത്തച്ഛൻ എല്ലാ അഭിപ്രായ ഭേദങ്ങളെയും ഉൾക്കൊള്ളത്തക്കവണ്ണം 96 എന്ന ഏറ്റവും വലിയ സംഖ്യ അംഗീകരിച്ചുകൊണ്ട് തത്വങ്ങളെ എണ്ണിപ്പറയുകയാണ് അടുത്ത പദ്യത്തിൽ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്. സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരേ